ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് കൽക്കട്ട ആണ്. അത് ഫോർത്ത് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂം വന്നിട്ട് വൈറ്റ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും വൈറ്റ് ആണ് ഇന്ന് വെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്ക് ഔട്ട് ഡേറ്റോടെയാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി റെഡിയായി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12:30 ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി, അതേപോലെ സാമ്പാർ, സോസേജ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ സോസേജ് എനിക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ 2 ദിവസവും ഞാൻ ഈ ഒരു സോസേജ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സോസേജ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തോട്ട് പോയി. അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവരും വൈറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കൊളീഗ്സൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കൊൽക്കട്ട വിസിറ്റിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഊബറിലാണ് പോകുന്നത്. അപ്പോൾ 4 പേരാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഊബറിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ വേറെ ഊബറൊക്കെ എടുത്തിട്ടാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയത് മിഷണറീസ് ഓഫ് മദർ തെരേസ ചാരിറ്റി. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മദർ ഹൗസ് ഓഫ് ദി മിഷണറീസ് ഓഫ് ചാരിറ്റി ആയിരുന്നു. ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടൊരു പ്ലേസിലേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഊബർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അടുത്ത് പോയിട്ടുള്ളത്, വിക്ടോറിയസ് പാലസ്. വിക്ടോറിയ പാലസ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ മ്യൂസിയം ഒക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്ത് വരെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ അതിന് ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് 30 റുപ്പീസാണ്. അപ്പോൾ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അങ്ങോട്ട് അതിന് ഫ്രണ്ട് വരെ നമുക്ക് നടക്കാനേ പറ്റത്തുള്ളൂ. അകത്ത് മ്യൂസിയം എന്തായാലും ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഒന്ന് വെയിലുണ്ട്, എന്നാൽ അധികം വെയിലില്ല. ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് വരെ ഒന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേസൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. ഇവിടെയൊക്കെ നമ്മൾ വായിച്ച് നോക്കി അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലോസ്ഡ് ആയത് നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ ഇത്ര സ്ഥലം ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ചെറിയ ലേക്കൊക്കെ ഉണ്ട്, പാർക്ക് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. മ്യൂസിയം കാണാത്ത വിഷമത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു കടലയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത ഊബറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ടാക്സി, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതായത് ഫുഡൊന്നും കഴിച്ചില്ല, പക്ഷേ ഈ കടലയൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ അടുത്ത ടാക്സിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ടാക്സിയിൽ കയറി, ഇത് അന്ന് അംബേദ്കർ ജയന്തി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പരേഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു റോഡിൽ കൂടെ. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹൗറ ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഊബർ കിട്ടിയില്ല, കുറച്ച് മാറിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. നമ്മളിനി പോകുന്നത് ഹൗറ ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ച കണ്ടു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്ന പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ബ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെയൊക്കെ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടോ നല്ല തിരക്കാണ്. ഞങ്ങൾ പോയ ദിവസം അതിൻ്റെ മാർക്കറ്റ് ഡേ ആണോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അതോ എന്നും ഇങ്ങനെയാണോയെന്നും അറിയില്ല കേട്ടോ. അറിയാവുന്ന നിങ്ങൾക്കാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നും ഇങ്ങനെയാണോ? നിങ്ങൾ കൊൽക്കത്തയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കതറിയില്ല. പിന്നെ നമ്മൾ ആ ഹൗറ ബ്രിഡ്ജിലേക്ക് നടക്കണം. കുറച്ചേറെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങ് ദൂരം ഇങ്ങനെ കുറേ കിടക്കുകയാണ്. പക്ഷെ നമുക്ക് ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര വെയിലുമായിരുന്നു. നമുക്കപ്പോൾ ഒത്തിരി ദൂരമൊന്നും അങ്ങനെ നടക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു 1, 2 കിലോമീറ്ററൊക്കെ നടന്നിട്ടുള്ളൂ. അങ്ങനത്തുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഉച്ച സമയത്തൊക്കെ പോവാണെങ്കിൽ ഒരു ക്യാപ്പും കൂളിംഗ് ഗ്ലാസ്സൊക്കെ കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സാറൊക്കെ ആണെങ്കിൽ ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്യാപ്പും കൂളിംഗ് ഗ്ലാസ്സും ഒന്നും ഞാൻ എടുത്തില്ല. മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ബാഗിലായിപ്പോയി. അങ്ങനെ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് നേരെ തിരിക്കുമായിരുന്നു. അങ്ങനെ ഹൗറ ബ്രിഡ്ജൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നോക്കി ഇതൊക്കെ പഴയ ബിൽഡിംഗാട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല വിശപ്പായതുകൊണ്ട് അന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 99 റുപ്പീസാണ് കേട്ടോ. അതിൽ 1 പീസ് ചിക്കനും റൈസും ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ ഒരു പൊട്ടറ്റോയും ഉണ്ടായിരിക്കും കേട്ടോ. ഇത്രയാണ് ഈ ഒരു ബിരിയാണിക്കകത്ത് ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ സാലഡ് ഇല്ലാതെ ബിരിയാണി കഴിക്കാനേ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല. ഒരു ഡ്രൈ ഫീലിംഗ് ഉണ്ടായിരുന്നു സാലഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ പിക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഒരു ഓക്കെ ഒരു ടേസ്റ്റേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് സ്വീറ്റ്സ് വാങ്ങി. മുല്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് സ്വീറ്റ് ഷോപ്പാണ്. ഇവിടെയാണ് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമുക്ക് ഓഫീസിലേക്കുള്ളതും വീട്ടിലേക്കുള്ളതും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടാണ് സ്വീറ്റ്സ് വാങ്ങുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. കുറച്ച് കുറച്ച് ഞാനിങ്ങനെ ക്ലിപ്സ് ആയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ സാധനങ്ങളാണ്. കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ലസ്സി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വീറ്റ് ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ലസ്സി കുടിക്കാൻ വേണ്ടിയാണ് പോയത്. ലസ്സി എനിക്ക് അങ്ങനെ കുടിച്ചിട്ടില്ല. പക്ഷേ കുടിച്ച് നോക്കുമ്പോൾ എൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ നല്ലതാന്നോർത്ത് കുടിച്ചതാണ്. വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ ലസ്സി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ടീ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് ഇനി നേരെ എയർപോർട്ടിലോട്ട് പോകാൻ കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് കൊൽക്കത്ത എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊൽക്കത്ത ടു പൂനെ, പൂനെ ടു കൊച്ചിയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് അറൗണ്ട് 8:50 ഫ്ലൈറ്റ് ഫ്രം കൊൽക്കത്ത ടു പൂനെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി. ഒരു ടൈമിങ്ങിൽ തന്നെയായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മീൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കുക്കീസ്, ഒരു ഡേറ്റ്സ് നട്ട്സ്, ഒരു ജ്യൂസ്, അതേപോലെ തന്നെ പനീർ സാൻഡ്വിച്ച്. ഇത്രയായിരുന്നു ഇപ്രാവശ്യം നമുക്ക് മീൽസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് പൂനെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പൂനെ നമ്മളൊരു 11:30 ഒക്കെ ആയപ്പോഴേക്കും 11 ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് പൂനെയിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ളത് 1:30ക്കാണ്. അപ്പോൾ ഒരു അത്രയും ടൈം നമ്മൾ പോസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വാചകമൊക്കെ അടിച്ചിരുന്ന് ഇനി ലാസ്റ്റ് നമ്മൾ കൊൽക്കത്ത പൂനെ ടു കൊച്ചിയാണ് കേട്ടോ. പൂനെ ടു കൊച്ചി നമുക്ക് എയർ ഇന്ത്യ തന്നെയായിരുന്നു ഫ്ലൈറ്റ് വരുന്നത്. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഫ്ലൈറ്റിൽ കയറാം. അപ്പം ഇനി നമുക്ക് ഓൾറെഡി ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. അപ്പം രാത്രി പിന്നെ നമ്മളൊരു 3:30 ഒക്കെ ആയപ്പോഴാണ് കൊച്ചിയിലെത്തുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളിയൊക്കെ കിടന്നൊരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയിരിക്കുകയാണ് ഞാൻ. സൈഡ് സീറ്റാണ് കേട്ടോ ഇപ്രാവശ്യം. അങ്ങോട്ട് തിരിച്ചു തരാൻ നേരം 2 പ്രാവശ്യം എനിക്ക് സൈഡ് സീറ്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂനെയിൽ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പൂനെയുടെ ഭംഗിയൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങ് മയങ്ങിപ്പോയി. ആൻഡ് ഫൈനലി 3:30 ആയപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തി ഗായ്സ്. അപ്പം എല്ലായിടത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകണം. ബേബിനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.